ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വ്ളോഗിലേക്കാണ് അച്ഛൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെങ്ങുമല്ല, അടൽ സരോവർ. ഇത് രാജ്കോട്ടിൽ സെക്കൻഡ് റിംഗ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു 30 രൂപയുടെ ഒരു നോർമൽ പാസ് എടുത്ത് നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് തള്ളി കയറുന്നു. ഓക്കെ, ഞാനും എൻ്റെ ഫ്രണ്ട്സും അകത്തേക്ക് കയറി. അപ്പോൾ എന്തുവാന്ന് വെച്ചാൽ, അകത്ത് കയറി കഴിയുമ്പോൾ ഇത്ര സുന്ദരമായ ഒരു വ്യൂ ആണെന്ന് അറിയാമോ. പകൽ നമ്മളൊരു 6 മണിക്ക് ശേഷം കയറി കഴിഞ്ഞാൽ ഒരു 11 മണി വരെ ഇതിൻ്റെ അകത്ത് സമയമുണ്ട്. അപ്പോൾ പകലത്തെ വ്യൂ, രാത്രിയിലത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാജ്കോട്ടിൻ്റെ ഒരു വലിയ ബോർഡിൻ്റെ മുന്നിൽ ഫോട്ടോ എടുക്കുന്ന കുറേ ഗുജറാത്തികൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സരോവർ എന്ന് പറയുന്ന മെയിൻ അട്രാക്ഷൻ. ഇതൊരു 70 ഏക്കറിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ അതിലാണ് ഈ കുളം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് കുളം ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം നിറച്ചിരിക്കും. ഇതിൻ്റെ പേരാണ് അടൽ സരോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറുകളും ഫുഡ് സ്റ്റോളുകളും എല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഈവനിങ്ങിൽ അവിടെ പല പല പ്രോഗ്രാംസ് ഉണ്ട്, ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട്, ഫയർ ഡാൻസസ് ഉണ്ട്, സർക്കസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഇഷ്ടത്തിന് പ്ലേ സ്റ്റേഷൻസാണ്. അവിടെ പോകുന്നതിന് പ്രത്യേകം പൈസ കൊടുക്കണം, ഓരോ ഗെയിംസിനും പൈസ കൊടുക്കണം, അത് വേറെയാണ്. പിന്നെ കുട്ടികൾക്ക് വളരെ എൻജോയ്മെൻറ്റാണ്. പിള്ളേരുമായിട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞുണ്ടല്ലോ, പിള്ളേരെ അങ്ങ് അയച്ചങ്ങ് വിട്ടിരുന്നാൽ മതി. എന്നിട്ട് പേരൻസ് അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുക. കുട്ടികളെങ്ങും പോകത്തില്ല, നമ്മുടെ നാട് പോലെയൊന്നുമല്ല. കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നവരും പോക്കറ്റ് അടിക്കാരും മോഷണക്കാരും ഒന്നും ഈ സ്ഥലത്തില്ല. നമ്മുടെ മാവേലി നാടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗുജറാത്താണെന്ന് നമുക്ക് പറയാം. അവനെ ഫുഡ് സോണിൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞുണ്ടല്ലോ, വായിൽ കൊതിയൂറുന്ന എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. നമ്മുടെ എല്ലാ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും കിട്ടും. ഈവൻ നമ്മുടെ മസാല ദോശ വരെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട്. നമ്മൾക്ക് കയറി കഴിയുമ്പോൾ ഇത്ര ഏരിയയിൽ വരുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് വിശക്കും. അപ്പോൾ വെള്ളം കുടിക്കാനോ കോഫി കഴിക്കാനോ സമോസ കഴിക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് അവിടെ കിട്ടും. അതിനുശേഷം നല്ലൊരു നടപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള നടപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് നൈറ്റായി ഒരു 7-7:30 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ ലൈറ്റുകളും പ്രകാശിക്കും. അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ ഒരു വ്യൂ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ആടിപ്പാടി കൂട്ടുകാരുമായിട്ട് നടക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ വന്നു. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇത്ര ഏരിയയിൽ ഒരു മനുഷ്യനിർമ്മിത ഒരു കുളവും അതിന് ചുറ്റും നല്ല അടിപൊളി ഗാർഡൻസും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം കൂടെ ചേർന്ന് കാണാൻ എന്ത് രസമെന്നറിയാം. ഈവൻ നമ്മുടെ നാട്ടിലോ ഡൽഹിയിലോ ഒന്നും ഇത്രയും ഏരിയ കവർ ചെയ്തൊരു വിസിറ്റിംഗ് ഏരിയ ഞാൻ കണ്ടിട്ടില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് കണ്ടിട്ടില്ല. സാറ്റർഡേയിലും സൺഡേയിലും ഒക്കെ എൻ്റെ പൊന്നു മക്കളെ എന്നാ തിരക്കാണെന്നറിയോ. ഇവിടെ 2 ഫുഡ് സോൺസാണ് ഇതിൻ്റെ അകത്ത്, ഇതിൻ്റെ ബൗണ്ടറിക്കകത്തുള്ള ആളുകൾ വന്ന് സെൽഫി എടുക്കുകയും അവിടെ വീഡിയോസ് ഉണ്ടാക്കുകയൊക്കെയാണ് മെയിൻ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആരെങ്കിലും രാജ്കോട്ട് വരുന്നുണ്ട് ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ സരോവറിൻ്റെ അകത്ത് ബോട്ടിംഗ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ നമുക്കതിന് ബോട്ടിങ്ങിന് പ്രത്യേക പൈസ കൊടുത്താൽ ബോട്ട് ഓടിക്കാനും പറ്റും. പിന്നെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ നടക്കണ്ടടേ, പോപ്കോൺ കുറിച്ചുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കടകൾ അവിടെ ഉണ്ട്. അപ്പോൾ പോപ്കോൺ നമ്മൾ വാങ്ങിച്ചു, സുഹൃത്തുക്കൾക്ക് കൊടുക്കാതെ ഞാൻ മുന്നോട്ട് അതും കൊണ്ടുപോയപ്പോൾ അവന്മാർ പുറകെ വന്നിട്ട് അത് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ 4 പോപ്കോണും കഴിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ കിട്ടിയലാക്കിന് അവൻ നല്ലതായിട്ട് പോപ്കോൺ തട്ടുന്നുണ്ട്. അപ്പോൾ തട്ടട്ടെ, അവനൊരു ഗുജറാത്തി ഫ്രണ്ടാണ്, ഞങ്ങളുടെ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾക്ക് ഗുജറാത്തിൽ നിന്ന് കിട്ടിയൊരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നിന്നപ്പോൾ കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷന് പിള്ളേരെ അടിച്ച് തിമിർക്കുന്നു. അതിൻ്റെ ഒരു വോളിയം ഞാൻ 5% വെച്ചിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നതും കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഫോട്ടോ സോണാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം എല്ലാം ഒന്ന് കണ്ട് കേട്ട് വെളിയിൽ ഇറങ്ങാൻ പോകണം. അത് എക്സിറ്റ് എൻട്രിയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് ഗേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഫുൾ വ്യൂ ഇതാണ്. വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളെങ്കിലും ഇപ്പോഴും വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.